നമസ്കാരം സുഹൃത്തുക്കളെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് PHP മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ച കൂട്ടത്തിൽ കൺസ്ട്രക്ടർ എന്താണെന്ന് പഠിച്ചു. അതിൽ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് പഠിച്ചത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ബുക്കിന് രണ്ട് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാണ്. പ്രൈവറ്റ് ഡോളർ ടൈറ്റിൽ, പ്രൈവറ്റ് ഡോളർ പ്രൈസ്, പ്രൈവറ്റ് ഡോളർ ഓതർ. ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുത്തു, പ്രൈസ് കൊടുത്തു, ബുക്ക് എഴുതിയത് ആരാണെന്നുള്ള ഓതറിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തു. ഇനി നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഫങ്ഷൻ __ കൺസ്ട്രക്ട്. ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. echo initialized. നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. $OB = ന്യൂ ബുക്ക്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലൈസ്ഡ് എന്ന് കിട്ടുന്നു. ഇതൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. നമുക്കിതിനെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യാം. ഉദാഹരണത്തിന് $title, $price, $author. സോ ഇവിടെ ഈ കൺസ്ട്രക്ടറിലേക്ക് 3 ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്തു: ടൈറ്റിൽ, പ്രൈസ്, ഓതർ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, ഈ 3 വാല്യൂസ് ടൈറ്റിൽ, പ്രൈസ്, ഓതർ, അത് ഈ പർട്ടിക്കുലർ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ $this arrow title = $title. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചതാണ്, ഈ ടൈറ്റിലും 2ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്തെ ഡാറ്റ മെമ്പർ ടൈറ്റിലാണ്, ഇത് ആർഗ്യുമെൻ്റ് ആയിട്ട് വന്ന ടൈറ്റിലാണ്. സോ ഇത് രണ്ടും 2ആണ്, 2 മീനിങ് ആയിരിക്കും, 2 വാല്യൂ ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക. ഓക്കെ, സോ $this title എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ, ഈ ബുക്കിൻ്റെ ഇപ്പോഴത്തെ ഒബ്ജക്റ്റ്, അത് ഈ OBയുടെ ടൈറ്റിൽ ഇതാണ്, ഈ OBയുടെ പ്രൈസ് ഇതാണ്, ഈ OBയുടെ ഓതർ ഇതാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ $this title കഴിഞ്ഞ് $this price = $price, $this author = $author. ഈ 3 വാല്യൂ നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. $OB1 = ന്യൂ ബുക്ക്. അപ്പോൾ ശരിക്കും ഈ $this title എന്ന് പറഞ്ഞാൽ OB1ൻ്റെ ടൈറ്റിൽ, OB1ൻ്റെ പ്രൈസ്, OB1ൻ്റെ ഓതർ. സോ ഓരോ ഒബ്ജക്റ്റിനും ഇതിൻ്റെ കോപ്പീസ് ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ വിട്ടുപോയത്, ഇതിലെ ബുക്കിൻ്റെ അകത്തേക്ക് ഈ വാല്യൂസ് പാസ് ചെയ്തിട്ടില്ല. ഈ ടൈറ്റിൽ, പ്രൈസ്, ഓതർ ഇത് പാസ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ബുക്ക് കഴിഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കുകയാണ്. ബുക്ക് നെയിം 1, പ്രൈസ് 150, ഓതർ റിയൽ ബുക്കിൻ്റെ നെയിം കൊടുക്കാം, ബാല്യകാല സഖി ബഷീർ. അടുത്ത ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. മതിലുകൾ 160 ബഷീർ. ഓക്കെ, സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് കാണാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ഈ OB എന്ന ഒബ്ജക്റ്റിലേക്ക് ഈ ബാല്യകാലസഖി 150 ബഷീർ ഈ 3 വാല്യൂ സെറ്റ് ചെയ്യും. ഇത് ശരിക്കും മെമ്മറിയിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് OB1ന് വേണ്ടിയിട്ട്, OBക്ക് വേണ്ടിയിട്ട് ആദ്യം മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആ മെമ്മറിയിൽ ഒരു ടൈറ്റിലിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൈസിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓതറിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു മെമ്മറി ലൊക്കേഷൻ OB1ന് വേണ്ടി അസൈൻ ചെയ്യും. സോ OB1ന് ഇതേപോലെ ഒരു ലൊക്കേഷൻ കിട്ടും. അവിടെ ഇതേ സെയിം ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും ഈ OB1ന് വേണ്ടിയിട്ട്. സോ ഈ എല്ലാ എലമെൻസിൻ്റെയും ഒരു കോപ്പി ആയിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടുക. സോ നമുക്കിനി ചെയ്യേണ്ടത്, ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ടാക്കാം. സോ പബ്ലിക് ഫംഗ്ഷൻ ഡിസ്പ്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാം. എക്കോ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ബുക്കിൻ്റെ ടൈറ്റിൽ. സോ $this arrow ടൈറ്റിൽ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. അടുത്ത ഇൻഫർമേഷൻ പ്രൈസ് ആണ്, പ്രൈസ് കോളൻ, അതിലേക്ക് $this പ്രൈസ് കൊടുക്കാം, ഡോട്ട്
അടുത്ത ബ്രേക്ക് ഓത്തറാണ്, ഓത്തർ $; ദിസ് ആരോ ഓതർ. സോ ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ 2 ബുക്ക് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ബുക്കിന് ഇങ്ങനെ പേര് കൊടുക്കാം, ബാല്യകാല സഖി എന്ന് പറയുന്ന ബുക്കും ക്രിയേറ്റ് ചെയ്തു, മതിലുകൾ എന്ന് പറയുന്ന ബുക്കും ക്രിയേറ്റ് ചെയ്തു. 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ബാല്യകാല സഖിയുടെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ബാല്യകാല സഖി ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുക, ഡിസ്പ്ലേ. അപ്പോൾ ആ ബുക്കിൻ്റെ ഇൻഫർമേഷൻ മാത്രം വരും, ബാല്യകാല സഖി, പ്രൈസ്, ബഷീർ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ മതിലുകൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചാൽ വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ ആയിരിക്കും, അതാണ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ആണ്, മതിലുകൾ ആരോ ഡിസ്പ്ലേ. അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് വരും. ഇത് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വരും. സോ ഇതാണ് കറക്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഓരോ ഒബ്ജക്റ്റിനും ഉണ്ടാകുന്ന ഈ ക്ലാസ്സിൻ്റെ ഒരു ക്ലോൺ ആയിരിക്കും, ആ ക്ലോണിൻ്റെ അകത്താണ് ഇത് വർക്ക് ചെയ്യുക. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.